ചിന്തിക്കുക. ഒരിടത്ത് നമ്മൾ പോകുന്നത് കൊണ്ടോ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടോ നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യത്തിന് നമ്മൾ ഒരു പ്രോഗ്രാമിന് നമ്മൾ പോകുന്നു. ആ പ്രോഗ്രാമിന് മുമ്പുണ്ടാകുന്ന ആ മാനസിക വികാരവും പോയതിന് ശേഷം ഉണ്ടാകുന്ന മാനസിക വികാരവും നമുക്ക് ഏകദേശം കണക്ക് കൂട്ടാൻ സാധിക്കും. ഒരു ഉത്സവത്തിന് പോവുകയാണെങ്കിൽ ആ ഉത്സവത്തിലെ പോകുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥയിലെ ഉത്സവം കഴിഞ്ഞ് വരുമ്പോഴുള്ള മാനസികാവസ്ഥ, അവിടെ പല കാഴ്ചകൾ കാണാനുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ട്, ശബ്ദവും വെളിച്ചവും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥ, നമുക്കൊരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് കിട്ടും. നേരെ തിരിച്ച് ഒരു അപകടം കാണുകയോ ഒരാൾ മരണപ്പെട്ടത് കാണുകയോ ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷാദവും നിരാശയും പ്രയാസവും കൂടി അതിന് പോകുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ പ്രയാസമായിരിക്കും നമ്മൾ ഈ രംഗങ്ങളൊക്കെ കണ്ടു കഴിയും. അപ്പം ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് അതിജീവിക്കാൻ ഇതെല്ലാം തലച്ചോറിൽ നമുക്ക് ഫീഡ് ചെയ്യുക, അങ്ങനെ ഉറപ്പിക്കുക. അപ്പം വേറെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഇൻസിഡന്റുകൾ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും വാർത്തകൾ പെട്ടെന്ന് ഈ ന്യൂസിനോട് നമ്മൾ കേൾക്കുന്ന ന്യൂസിനോടൊപ്പം ഈ ചിത്രം നമ്മൾ നേരത്തെ കണ്ട ചിത്രങ്ങളെല്ലാം ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം ഉത്സവത്തിൻ്റെത് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിച്ചത് അതൊക്കെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ്. അതേസമയം ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും അത് നെഗറ്റീവ് എനർജി തരികയും നമ്മളെ പുറകോട്ട് വലിക്കുകയും നമ്മളെന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ച് വളരെ താല്പര്യപൂർവ്വം വരുമ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങളും ഇങ്ങനെയുള്ള അതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ആ സ്റ്റാമിന നഷ്ടപ്പെടുകയാണ്. അപ്പം കഴിവതും നമ്മൾ ഹയർ സെൽഫ് എസ്റ്റീം വളർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും. ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലത്തൊക്കെ നമ്മൾ പങ്കെടുത്ത് അല്ലെങ്കിൽ പോയാൽ മതിയാകും. അത് ഒഴിവാക്കിക്കൊണ്ട് കഴിവതും നമ്മൾ ഹയർ സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കാനുള്ള ഒരു പ്രവണതയാണ്. ലോവർ സെൽഫ് എസ്റ്റീമിനെ നമുക്ക് കളയാനൊക്കത്തില്ല, പക്ഷെ കുറച്ച് അതിനെ മാറ്റി നിർത്തി നമ്മൾ വേറൊരു ലെവലിലേക്ക് മാറാൻ സാധിക്കും. അത് നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്തെങ്കിൽ മാത്രമേ ബ്രെയിനിൽ ഇത് ഫീഡാകത്തുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ എന്ത് കൊടുക്കുന്നോ ആ കൊടുക്കുന്നതനുസരിച്ച് അത് ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കൊടുക്കുന്നതിനെയാണ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ കൊടുത്താൽ നല്ലത് അത് ഫീഡ് ചെയ്ത് വയ്ക്കും, മോശം കാര്യങ്ങൾ കൊടുത്താൽ മോശം ഫീഡ് ചെയ്ത് വയ്ക്കും. ഇത് മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫലം നമുക്കറിയാം. അപ്പോൾ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ കയ്യിൽ. കമ്പ്യൂട്ടറിലൊക്കെ ഫീഡ് ചെയ്യുന്നതിൻ്റെ 1000 ഇരട്ടിയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. ഒരു കാര്യം ഓർക്കണം, ഈ മൊബൈലായാലും കമ്പ്യൂട്ടറായാലും ഇന്ന് ലോകത്തിലെ എല്ലാ നമ്മൾ കാണുന്ന കാഴ്ചകൾ ചന്ദ്രനിൽ പോകുന്നത് അല്ലെങ്കിൽ ബഹിരാകാശ വാഹനത്തിൽ പോകുന്നത്, ബഹിരാകാശ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം മനുഷ്യന്റെ കണ്ടുപിടുത്തമാണെന്ന് നോക്കണം. അപ്പോൾ മനുഷ്യന്റെ തലച്ചോറ് എത്രമാത്രം പ്രവർത്തിക്കുന്നു. മനുഷ്യൻ കണ്ടുപിടിക്കുന്ന റോബോട്ട് പോലും മനുഷ്യന്റെ ഇച്ഛയ്ക്കനുസരിച്ചോ ആജ്ഞയ്ക്കനുസരിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ സൂപ്പർ കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ. അപ്പോൾ നമ്മൾ മൊബൈലിലേക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ അവിടെ ഫീഡ് ചെയ്യുന്നത് പോലെ അതിന്റെ എല്ലാ ആസ്പെക്റ്റുകളും ഫീഡ് ചെയ്യാൻ കഴിവുള്ളതാണ് നമ്മുടെ മനുഷ്യന്റെ തലച്ചോറ്. അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ചെയ്യും. അത് തന്നെയായിരിക്കും നമ്മുടെ ഇങ്ങോട്ട് തരുന്നത്. ഇപ്പം ചിലർ പറയുന്ന ചിലര് പട്ടിണി പാവങ്ങളായിട്ട് മാറിയിരിക്കും. അങ്ങനെ ഒരു ദിവസം മാറിയതല്ല, അവരത് സെലക്ട് ചെയ്തെടുത്തതാണ്. അവരുടെ ചിന്താഗതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കയറി അവർക്കത് മാറ്റാൻ പറ്റാതായി അവരങ്ങനെ ആയി മാറി. മറ്റവരുടെ ചിന്താഗതിയിൽ നല്ല കാര്യങ്ങൾ കയറി അവരാ തരത്തിലായി. ഒരു പാവപ്പെട്ടവനും വേണമെന്നുണ്ടെങ്കിൽ പണക്കാരനായി മാറാൻ സാധിച്ചു. എന്ത് ചെയ്താൽ മതി? പണക്കാർ അല്ലെങ്കിൽ ധനവാന്മാർ ചെയ്യുന്ന പോലെ എന്തൊക്കെയാണ് അവർ ഏറ്റെടുക്കുന്നത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കുറച്ചൊക്കെ റിസ്കുകൾ അതിനകത്ത് കാണും, സാഹസികതകൾ കാണും. ആ റിസ്കുകളൊക്കെ കുറച്ചൊക്കെ ഏറ്റെടുത്തിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിനപ്പുറം അതിനപ്പുറം ഒക്കെ ആകാൻ സാധിക്കും. ഇപ്പം നമ്മൾ സർക്കസിൽ ഊഞ്ഞാൽ കളി കാണുന്നത് വളരെ ഉയരത്തിലുള്ള ഊഞ്ഞാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിഷ്പ്രയാസം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ പറന്ന് പോകുന്നത് അല്ലെങ്കിൽ ഊഞ്ഞാലിൽ കയറി പിടിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ഊഞ്ഞാലിൽ നിന്ന് വേറെണ്ണത്തിലേക്ക് ചാടുന്നത്, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കരമായ റിസ്ക്കും ഒരു സാഹസികതയാണ്. പക്ഷെ അവര് ആ സാഹസികത ചെയ്യുമ്പോഴും താഴെ ഒരു നല്ല വല വിരിച്ചിട്ടായിരിക്കും നല്ല പ്രൊഫഷണലുള്ള ആൾക്കാർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ താഴെ വന്ന് വീഴാം. അപ്പോൾ ജീവന് അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സേഫ്റ്റി മെഷേഴ്സ് ഒരു സുരക്ഷിതത്വം എടുത്തുകൊണ്ട് നമുക്ക് ചെറിയ റിസ്കുകളൊക്കെ ഏറ്റെടുക്കും നമ്മുടെ പ്രവർത്തനത്തിൽ കുറെ കൂടെ നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒന്നും ചെയ്യാതെ
ഒന്നും പറയാതെ ഒരു റിസ്ക് ഏറ്റെടുക്കാതെ ആർക്കും വിജയിക്കാൻ സാധിക്കില്ല. കുറച്ചൊക്കെ പ്രവർത്തനവും കുറച്ചൊക്കെ അതിനോടുള്ള ആത്മാർത്ഥതയും ഒരു ഡെഡിക്കേഷൻ, അത് നേടിയ അടങ്ങും എന്നുള്ള ഒരു വാശിയും ഒരു ധൈര്യവും എല്ലാം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും.